അപ്പോൾ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിവിടെ എറണാകുളം സ്വദേശിയാണ്. എറണാകുളം എം ജി റോഡിലാണ്, റോഡിന്റെ അടുത്താണ് താമസിക്കുന്നത്. ശരിക്കും എൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ അതിലേക്ക് ഇലക്ട്രോണിക്സ് സംബന്ധമായ ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. അത് കുറെ കാലങ്ങളായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിനോടൊപ്പം തന്നെ ഞാനൊരു കാർ റാലി ഡ്രൈവർ ആയിരുന്നു. അപ്പോൾ ആ ഒരു ക്രേസ് ഉള്ളത് കൊണ്ട് അതിൻ്റെതായ കുറെ സ്പെയറുകളുടെ ബിസിനസ്സുകളും എനിക്ക് പാരലായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോ അതിന്റെ കാർ റേസിംഗ് വണ്ടികളുടെ അതിന്റെ സ്പെയറുകളുടെ ബിസിനസ്, പിന്നെ അതിനുവേണ്ടി വണ്ടി നിർമ്മിക്കുന്ന ഒരു ഗ്യാരേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണുള്ളത്. അതും എല്ലാം എറണാകുളം ടൗണിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ വൈഫ് എന്നോടൊപ്പം ഉണ്ട്. പിന്നെ എനിക്കൊരു മകളായിരുന്നു. മകൾ നഷ്ടപ്പെട്ട കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയാം. അപ്പൊ അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോ 2007 ഇവിടെ തീർച്ചയായിട്ടും 2007 നമ്മള് ഇവിടെ സദാം ഹുസൈൻ എന്ന് പറയുന്ന ഇറാഖിന്റെ ഭരണാധികാരിയെ തൂക്കിലേറ്റുണ്ടായി. അപ്പോൾ ഇറാഖ്, പാകിസ്ഥാനും അറബ് രാജ്യങ്ങളും ഉൾപ്പെടെ എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും അന്ന് സാധാരണഗതിയിൽ പ്രവർത്തിച്ചപ്പോ ഇവിടെ ഈ കേരളത്തിൽ ഭരണ പ്രതിപക്ഷങ്ങളുടെ സപ്പോർട്ട് കൂടി അന്ന് ജനുവരി 1 കാലഘട്ടത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ആയുധമായിട്ട് എടുക്കുകയും അന്ന് കാർണിവലിനെ ഇതിന്റെ പേരിൽ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാല് അതിനെതിരെ കാർണിവൽ പൈതൃക സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് ഇത് അവിടെ കൊച്ചിയിൽ രൂപപ്പെട്ടു. പിന്നെ അത് അവിടെ 2008 കാസ എന്ന് പറയുന്ന ഒരു സംഘടനയായിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അപ്പൊ അത് ഇങ്ങനെ കുറച്ച് നാളുകൾ പ്രവർത്തിച്ചു. അത് കൊച്ചിയിൽ മാത്രം ഒതുങ്ങി നിന്നതായിരുന്നു. അത് കാലക്രമേണ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞതോടുകൂടി, 2-3 വർഷങ്ങൾ കഴിഞ്ഞതോടുകൂടി അത് പ്രവർത്തനമൊക്കെ തുറഞ്ഞില്ലാണ്ടായി. പിന്നെ അതിനുശേഷം നമ്മുടെ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയെടുത്ത ആ ഒരു കാലഘട്ടം. അപ്പോ അന്നാണ് ശരിക്കും നമ്മുടെ ഒരു നിരപരാധിയായ ഒരു മനുഷ്യന്റെ, ഒരു കഥാപാത്രത്തിന് മുഹമ്മദ് എന്ന് പേര് നൽകിയതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കൈ ഇസ്ലാമിക നിയമപ്രകാരം എതിർവശത്ത് നിന്നുകൊണ്ട് കൈയും കാലും വെട്ടിയുണ്ടായി. അദ്ദേഹത്തിന്റെ കൈ വെട്ടിയെടുത്തു. അപ്പൊ അന്ന് ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തിന്റെയും ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളുടെയും എല്ലാം നിലപാട് എന്താണെന്നുള്ളത് നമ്മൾ കണ്ട് അന്താളിച്ചിരിക്കുകയായിരുന്നു. എല്ലാ ക്രിസ്ത്യൻ സഭകൾക്കും നിരവധി സംഘടനകളുണ്ട്. പക്ഷെ ആ സംഘടനകളുടെ എല്ലാം നിലപാട് ആ സമയത്ത് എന്തായിരുന്നു? ഒരാൾ പോലും അദ്ദേഹത്തിന് വേണ്ടി ശബ്ദിക്കുവാൻ തയ്യാറായില്ല. ഒരു സഭകളുടെ ഭാഗത്തുനിന്നും അദ്ദേഹത്തിന് വേണ്ടി ഒരു ഇത് വന്നില്ല. അപ്പൊ ഇങ്ങനെ തുടർന്ന് വന്നൊരു പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇനി ക്രിസ്ത്യൻ സമുദായം ഇവിടെ നിലനിൽക്കണം, നമ്മുടെ സംസ്കാരം, നമ്മുടെ പൂർവികരൊക്കെ അനുഭവിച്ച ആ വിശ്വാസ സ്വാതന്ത്ര്യവും നമ്മുടെ സാമുദായിക സ്വാതന്ത്ര്യവും എല്ലാം അനുഭവിച്ച് നമുക്കിവിടെ ഈ സമുദായം ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ RSS പോലെ, ഹിന്ദുക്കൾക്ക് RSS എന്ന് പറയുന്ന പോലെ, അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾക്ക് അതേപോലൊരു സംഘടന വേണമെന്നുള്ളൊരു തോന്നലാണ് ഈ പഴയ നിർജീവമായി പോയ ആ പഴയ കാസയെ വീണ്ടും 2018 പുനരുജ്ജീവിപ്പിച്ച് അത് 2019 കൊച്ചി കേന്ദ്രമാക്കി രജിസ്റ്റർ ചെയ്ത് കൊണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വലിയൊരു ശക്തിയാണ്, ക്രിസ്ത്യാനികൾ ഇവിടെ ഒരു വലിയൊരു ശക്തിയാണ്. പക്ഷെ അത് മനസ്സിലാകുന്നില്ല. ഇപ്പൊ മുസ്ലിം സമുദായം ചില ജില്ലകളിൽ മാത്രം ഇങ്ങനെ കേന്ദ്രീകരിച്ച് നിൽക്കുമ്പോൾ ക്രിസ്ത്യൻ സമുദായം എന്ന് പറഞ്ഞ വിവിധങ്ങളായിട്ടുള്ള പല ജില്ലകളിലായിട്ട് കിടക്കുകയാണ്. പലരെയും ജയിപ്പിക്കാനും അതുപോലെ തന്നെ ഉദ്ദേശിക്കുന്നവരെ തോൽപ്പിക്കാനും ക്രിസ്ത്യൻ സമുദായം വിചാരിച്ചാൽ സാധിക്കും. പക്ഷെ നമ്മുടെ ശക്തി നമ്മുടെ ആളുകൾ മനസ്സിലാക്കുന്നില്ല. നമ്മളൊക്കെ വിവിധ നാട്ടുരാജ്യങ്ങളെ പോലെ നമ്മുടെ ഓരോ സഭകളും ഇങ്ങനെ വിഘടിച്ച് നിൽക്കുകയാണ്. പരസ്പര ബന്ധമില്ലാത്ത കുറെ നാട്ടുരാജ്യം. ശരിക്കും പറഞ്ഞാല് കത്തോലിക്കർ മുതൽ പെന്തക്കോസ്ത് വിശ്വാസികൾ വരെയുള്ള നമ്മുടെ സഭാ വിഭാഗങ്ങളിലെ ബിഷപ്പുമാരും തിരുമേനിമാരും പാസ്റ്റർമാരും എല്ലാവരും കൂടെ ഒരു മേശയുടെ ചുറ്റും ഇരുന്നു കൊണ്ട് ക്രിസ്ത്യാനികൾ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ നേരിടുന്ന ഒരു പൊതുവിഷയത്തിൽ ഏകകണ്ഠമായ ഒരു നിലപാട് സ്വീകരിക്കാമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഭരണ എല്ലാവരും നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കും. നമ്മുടെ സമുദായത്തിന് അതിൻ്റെതായ മേൽക്കോയ്മ ഉണ്ടാവും. പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എല്ലാം ചർച്ചകളിലെയും കുർബാനക്കിടയിലുള്ള പ്രസംഗങ്ങളിലും എല്ലാം മാത്രമാണ് സാഹോദര്യത്തെ കുറിച്ചൊക്കെ പറയുന്നത്. അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു സാഹോദര്യം ഇല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് എല്ലാ സഭകളിലെയും, ഇപ്പൊ യഹോവ സാക്ഷികൾ ഒഴികെയുള്ള എല്ലാ സഭകളിലെയും സഭാവിശ്വാസികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു ആശയം വരുന്നത്. ഒരു ക്രിസ്ത്യൻ ബ്രദർഹുഡ്. ശരിക്കും പറഞ്ഞാല് കാസയുടെ ഒരു ജില്ലാ കമ്മിറ്റിയിൽ ഓർത്തഡോക്സുകാരൻ, പള്ളിത്തർക്കത്തിന്റെ പേരിൽ പരസ്പരം കലഹിക്കുന്ന ഓർത്തഡോക്സുകാരൻ സെക്രട്ടറിയാണ്, യാക്കോബ കാരൻ പ്രസിഡന്റാണ്.
അപ്പൊ അവർക്കിടയിലെ അങ്ങനെ പള്ളി തർക്കോ വിഷയവും അതിനകത്തില്ല. അതേപോലെ തന്നെ ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എങ്ങോട്ട് തിരിഞ്ഞിരുന്ന് കുർബാന ചൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഔദ്യോഗിക വിഭാഗക്കാരനും വിമതനും ഞങ്ങളുടെ സംഘടനയിലെ കമ്മിറ്റികളിൽ ഒരു പ്രശ്നവുമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ ഇവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ പെന്തക്കോസ്ത് സഭാവിശ്വാസികളുടെ നേരെ എന്തെങ്കിലും ആക്രമണങ്ങളൊക്കെ ഉണ്ടായാൽ ഇവിടെ കേരളത്തിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അതായത് കേരളത്തിലെ കത്തോലിക്കരായിരിക്കും അതിനു വേണ്ടിയിട്ട് ആദ്യം ശബ്ദിക്കുക. പക്ഷെ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആത്മാർത്ഥതയൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. അതിലെ രാഷ്ട്രീയ മുതലെടുപ്പും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഉടനെ പെന്തക്കോസ്ത് പാസ്റ്റർമാരെ ആക്രമിച്ചാലും അവരുടെ ചർച്ചകളിൽ ചെന്ന് എന്തെങ്കിലും ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലും ഇവിടെ ഭയങ്കര പ്രശ്നമായിരിക്കും. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഇവിടുത്തെ കത്തോലിക്കരായിരിക്കും. പക്ഷെ ഇവിടെ ഈ നാട്ടില് കത്തോലിക്ക വീടുകളിൽ പെന്തക്കോസ്തുകാരെ അടുപ്പിക്കരുതെന്നുള്ളതാണ് നിർദ്ദേശം. അവരെ ആട്ടി ഓടിച്ചു വിടണമെന്നുള്ളതാണ്. ഇനി അഥവാ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വിശ്വാസി പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഇടവ പള്ളിയിൽ വിശദീകരണം കൊടുക്കുകയും വേണമെന്നുണ്ടെങ്കിൽ ഇടവകയിൽ എന്ന് വിലക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നിലവിലുള്ളത്. പക്ഷെ ഇങ്ങനെയുള്ള സ്നേഹം വരുന്നത് ഉത്തരേന്ത്യയിലെ വിഷയങ്ങൾ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേസമയം കാസയില് ഇവിടെ മീറ്റിങ്ങുകൾ തുടങ്ങുമ്പോൾ ചില ആഴ്ചകളിൽ പെന്തക്കോസ്തുകാരനായിരിക്കും പ്രാർത്ഥിക്കുക, ചിലപ്പോൾ കത്തോലിക്കനായിരിക്കും, യാക്കോബക്കാരനായിരിക്കും. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ കാസ എന്ന് പറയുന്നത് എല്ലാ സഭാവിശ്വാസികളുടെയും ഒരു ഏകീകൃത സംഘടനയാണ്. ഇവിടെ ക്രിസ്തു മാത്രമേ ഉള്ളൂ, ബൈബിളും മാത്രമേ ഉള്ളൂ. ബൈബിളിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിനെ ഏകരക്ഷകനും നാഥനുമായി അംഗീകരിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും ഈ സംഘടനയിൽ അംഗമാകും. ഇവിടെ ദളിത് ക്രൈസ്തവനെന്നോ പരിവർത്തിത ക്രൈസ്തവനെന്നോ അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരനോ കത്തോലിക്കനോ എന്നൊന്നുമില്ല. ഇവിടെ പരസ്പരം ബ്രദർ എന്നൊരു ഒരു അഭിസംബോധന മാത്രമേ പാടുള്ളൂ. സഭാപരമായ വിശ്വാസങ്ങളോ വ്യതിയാനങ്ങളോ തർക്കങ്ങളോ ഒന്നും ഇവിടെ ഇതായിട്ട് വരാൻ പാടില്ല. അതുപോലെ തന്നെ ഈ സംഘടനയിൽ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം, ലെനിനിസ്റ്റ് മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, നെക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾ ഒഴികെയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കും BJP-ക്കാർക്കും കേരള കോൺഗ്രസ്സുകാർക്കും എല്ലാം ഇതിനകത്ത് അംഗങ്ങളാകുമ്പോൾ എല്ലാവരും അംഗങ്ങളായിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു പൊതു നിയമം എന്ന് പറയുന്നത് സംഘടനാ സമുദായത്തിനും വിശ്വാസത്തിനും വേണ്ടി എടുക്കുന്ന ഒരു നിലപാട് അത് സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എതിരെ ആയാൽ പോലും അതിനെതിരെ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കാൻ പാടില്ല, അതിനെ അംഗീകരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോ ഇത്തരത്തിലെ ഇതിലൂടെ ഒരു സമ്മർദ്ദ ശക്തിയായി മാറിക്കൊണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇലക്ഷൻ വരുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ NSSന്റെ ആസ്ഥാനത്തേക്ക് പോകുന്ന കാണാം. പെരുന്നയിൽ സുകുമാരൻ നായരെ കാണാൻ പോകുന്ന കാണാം. കളിച്ചുകുളങ്ങരയിൽ SNDP വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോകുന്നതായിട്ട് കാണാം. പക്ഷെ നമ്മുടെ ചില തിരുമേനിമാരെയും ചില ബിഷപ്പുമാരെയും ചില പാസ്റ്റർമാരെയൊക്കെ കാണാൻ പോകുമായിരിക്കും. പക്ഷെ അവരെ പോലെ ഒരു സമ്മർദ്ദ ശക്തി അല്ല നമ്മൾ. അപ്പൊ അങ്ങനെ ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് മാറിക്കൊണ്ട് നമ്മുടെ സമുദായത്തിനും നമ്മുടെ വിശ്വാസങ്ങൾക്കും നമ്മുടെ സംസ്കാരങ്ങളും നിലനിർത്തുന്നതിനും അതിന്റെ നേട്ടങ്ങൾക്കും വേണ്ടി അതുപോലെ തന്നെ നമ്മൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ശക്തമായി, അതായത് ക്രിസ്ത്യൻ സമുദായത്തിന് നേരെ ഉണ്ടാകുന്ന, അത് ഏത് സഭ എന്നുള്ളതല്ല, നമ്മുടെ ആ ക്രിസ്ത്യാനി ആണോ, തലയിൽ മാമോദിസ വെള്ളം വീണവനാണോ, അവനൊരു വിഷയം ഉണ്ടായാൽ അവൻ ഒറ്റപ്പെടാൻ പാടില്ല. അവൻ വിളിക്കാതെ തന്നെ അവനൊപ്പം എത്തണം. അതുപോലെ തന്നെ ഈ സമുദായത്തിന് എതിരെ ഉയരുന്ന ഏതൊരു വിഷയത്തിനും ചോദ്യം ചെയ്യപ്പെടാതെ പോകരുത് എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടെയാണ് കാസ രൂപീകരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഉള്ളൊരു മറ്റൊരു ഇതെന്ന് പറയുന്നത് ഒരു കാര്യം കൂടെ ഞാനൊന്ന് സൂചിപ്പിച്ചേക്കാം. ഇതിനകത്തുള്ളത് ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് എന്റെ രാജ്യം എന്റെ വിശ്വാസം എന്നുള്ള, എന്റെ രാജ്യമാണ് ആദ്യം, വിശ്വാസം രണ്ടാമത്. എന്റെ രാജ്യം എന്റെ വിശ്വാസം. കാര്യം ഈ രാജ്യം ഇതേപോലെ മതേതരമായി നിലനിന്നാൽ മാത്രമേ നമ്മുടെ ക്രിസ്ത്യൻ സമുദായവും വിശ്വാസവും ഇവിടെ നിലനിൽക്കുള്ളൂ. ഈ രാജ്യം എന്ന് മതേതരമല്ലാതായി മാറുന്നു അന്ന് നമ്മുടെ ക്രിസ്ത്യൻ സമുദായം ഇവിടെ ഉണ്ടാകില്ല. അപ്പോൾ ആ ഒരു ഐഡിയോളജിയോടുകൂടിയാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. അതായത് ഞാനിപ്പം സാർ പറഞ്ഞ അനുസരിച്ച് എനിക്ക് മനസ്സിലായത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഒരു ഐക്യം ഒന്ന്, രണ്ടാമത് ക്രിസ്ത്യൻ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾക്കെതിരെയുള്ള ഒരു കൂട്ടായ്മ, അതിനെ ചെറുക്കുക എന്നുള്ള രണ്ട് ലക്ഷ്യമാണ് ഈ കാസ എന്നുള്ള സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനത് മനസ്സിലാക്കും. അപ്പോ കേരളത്തില് ഏറ്റവും അധികം ആളുകൾ കത്തോലിക്ക വിശ്വാസികളാണ്. പിന്നീട് യാക്കോബായ, മാർത്തോമ, ഓർത്തഡോക്സ്, പെന്തക്കോസ്, CSI, ഈ എല്ലാ വിഭാഗങ്ങളും ക്രൈസ്തവ സമൂഹത്തിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് കത്തോലിക്ക സഭയോട് പെന്തക്കോസുകാരൻ യോജിക്കില്ല, അതുപോലെ ബ്രദറൻകാരൻ പെന്തക്കോസുകാരോട് യോജിക്കില്ല. ഇങ്ങനെ ഏതാണ്ട് 24 ലക്ഷം പെന്തക്കോസ്റ്റൽ വിശ്വാസികളുണ്ട് ഇന്ന് കേരളത്തിൽ നിന്നുള്ളതാണ് പൊതുവെ ഒരു പഠനം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഈ സഭകളെ എല്ലാം കൂടെ എങ്ങനെ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് സാറിന്റെ അഭിപ്രായം. എങ്ങനെയാണ് ഇവരെ യോജിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് കഴിയുന്നത്? അത് മാത്രമല്ല, ഇപ്പോ പൊതുവെ ഒരു മീറ്റിംഗ് വെച്ചാൽ
ഇപ്പൊ കാസയുടെ മീറ്റിംഗ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംഘടന, വളരെ കുറച്ച് ആളുകൾ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ പതാക കത്തിച്ചുള്ള ഒരു പ്രതിഷേധം, ആ പ്രതിഷേധത്തിൽ പോലും വളരെ കുറച്ച് ആളുകളെ പങ്കെടുത്തു ഞാൻ കണ്ടുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതെന്തുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹം നാം ആയാണ് ഏറ്റവും പ്രാധാന്യം എന്ന് ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ ഉള്ളിൽ ഒരവബോധം വരാത്തത് എന്തുകൊണ്ടാണ്? ചോദ്യം ഒന്ന്. ഇനി അതിന് എങ്ങനെ നമുക്ക് ഈ സമൂഹത്തെ എല്ലാം കൂടെ ഒന്നിച്ചു ചേർത്ത് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കഴിയും എന്നാണ് കാസ വിശ്വസിക്കുന്നത്? അല്ല, ഇതിനകത്ത് രണ്ടാമത്തെ ചോദ്യം തന്നെ ഞാൻ ആദ്യം ഉത്തരം പറയാം. ശരിക്കും ഞങ്ങള് വിശ്വാസികളെ മാത്രമാണ് ഇതിനകത്ത് ഒന്നിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ടും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാര്യം എല്ലാ സഭാവിശ്വാസികളിലും തമ്മിലുള്ള തർക്കങ്ങളും വിശ്വാസപരമായ വ്യതിയാനങ്ങളും എല്ലാം മാറ്റിവെപ്പിച്ചുകൊണ്ട് പൊതുവിഷയത്തിന് വേണ്ടി അവരെ ഒന്നിപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിപ്പോ ഓരോ ദിവസം ചെല്ലുന്തോറും അത് പതിയെ പതിയെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഗ്രാഫ് മേലോട്ട് തന്നെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും സഭയുമായിട്ട്, ഓരോ സഭകളുമായിട്ടും, കത്തോലിക്ക സഭയുമായിട്ടും അല്ലെങ്കിൽ മറ്റേത് സഭകളുമായിട്ടും നേരിട്ടൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട്, സഭയ്ക്ക് പുറത്തായതുകൊണ്ട് വിശ്വാസികളെ ഒരു കുടക്കീഴിൽ ഒന്നിപ്പിച്ച് നിർത്താൻ സാധിച്ചിട്ടുണ്ട്. അത് ഏകദേശം വിജയകരമാണ് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ. പിന്നെ ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു താല്പര്യമില്ലായ്മ വരുന്നത് എന്തെന്ന് ചോദിച്ചാല്, നമുക്ക് അനുഭവങ്ങളില്ല. അതാണ് പ്രശ്നം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കാര്യം ഇപ്പോ സൈനികരെ നമുക്ക് ഇവിടെ കേരളത്തിൽ സൈനികരെ നമുക്ക് വലിയ ബഹുമാനമൊന്നുമില്ല. ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ ഒരു പട്ടാളക്കാരനെയൊക്കെ നമ്മളൊരു കോമഡി കഥാപാത്രങ്ങളായിട്ട് നമ്മൾ കാണുന്നു. സിനിമയിലും കഥകളിലും നാടകങ്ങളിലും കോമഡി പരിപാടികളിലും ഒക്കെ പട്ടാളക്കാരെ ഒരു കോമഡി ഒരു ബെഡായി പറയുന്ന ഒരു ആളുകളായിട്ട്, പട്ടാളക്കാരന്റെ ഭാര്യമാരാണെങ്കിൽ പരപുരുഷനെ തേടുന്ന സ്ത്രീകൾ, ഇങ്ങനെ കുറെ പുരുഷോത്തമ പിള്ളമാരെയും ഭഗീരഥം പിള്ളമാരെയൊക്കെയാണ് സിനിമകളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആളുകൾക്ക് സൈന്യത്തിന്റെ വില എന്തെന്നൊന്നും അറിയത്തില്ല. നോർത്തിലല്ലേ, തീർച്ചയായിട്ടും നോർത്തിലുള്ളവർക്കും ഉത്തരേന്ത്യയിലുള്ളവർക്കും നോർത്ത് ഈസ്റ്റിലുള്ളവർക്കും സൈന്യത്തെ ബഹുമാനമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവൾ യുദ്ധങ്ങളെ നേരിട്ടിട്ടുണ്ട്, പ്രകൃതിക്ഷോഭങ്ങളെ നേരിട്ടിട്ടുണ്ട്, കലാപങ്ങളെ നേരിട്ടിട്ടുണ്ട്, ചാവേർ ആക്രമണങ്ങളെ നേരിട്ടിട്ടുണ്ട്, ബോംബ് സ്ഫോടനങ്ങളെ നേരിട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിലൊക്കെ സൈന്യത്തിന്റെ പ്രവർത്തനം എന്താണെന്നും സൈന്യത്തിന്റെ വില എന്താണെന്നും അറിയാം. അതുകൊണ്ട് സൈനികരെ അവർക്ക് ബഹുമാനമാണ്. നമുക്കിവിടെ പരിഹാസമാണ്. കാര്യം നമ്മൾ ഇവിടെ ഒന്നിനെ നേരിട്ടിട്ടില്ല. ഇതുപോലെ തന്നെയാണ് ക്രൈസ്തവ സമൂഹം ശ്രീലങ്കയിൽ ഉണ്ടായപ്പോഴും ഇപ്പോൾ നൈജീരിയയിൽ ഉണ്ടാവുമ്പോഴും ഇപ്പോൾ പെഹൽഗാമിൽ നടന്നപ്പോഴും എല്ലാം നമ്മൾ വിചാരിക്കുന്നത് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ, എനിക്കല്ലല്ലോ സംഭവിച്ചത്, ഇവിടെ അല്ലല്ലോ സംഭവിച്ചത് എന്നുള്ളതാണ്. പക്ഷെ ഇവരറിയുന്നില്ല, ഇവിടെ വളരെ പുകയുന്ന ഒരു അഗ്നിപർവ്വതത്തിന്റെ പുറത്താണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് ഇവരറിയുന്നില്ല. നമ്മുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കരുതും എല്ലാം സേഫ് ആണ് എന്ന്. ഒരിക്കലുമല്ല. നമ്മളൊരു പുകയുന്ന അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ നിൽക്കുന്ന ആ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പൊതുവായ വിഷയങ്ങൾ എങ്കിലും സഭാപരമായ വ്യത്യാസങ്ങളും തർക്കങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒന്നിച്ചു നിൽക്കാൻ സാധിച്ചില്ല എങ്കിൽ, ഒരു രാഷ്ട്രീയപരമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഒരു മാറ്റം വരുത്തുവാൻ സാധിച്ചില്ല എങ്കിൽ, ഈ സമുദായം ഇവിടെ സിറിയയിലും ലെബനനിലും ഇറാഖിലും ഒക്കെ സംഭവിച്ചതുപോലെ ഇത് തകർന്നടിക്കും. അപ്പോൾ അതിന് അനുവദിക്കരുത്. ഇപ്പൊ നമ്മുടെ പൂർവികർ ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങി കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ചത് കൊണ്ടാണ് നമ്മൾക്ക് ഇന്നും പലതും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അപ്പം നമ്മളെ പോലെ അലസരായിട്ട് നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് സാധിക്കുമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നാം ചെയ്യുക. അതിനുവേണ്ടി നാം ഇറങ്ങിത്തിരിക്കുക. അതിന് ഭയപ്പെടരുത്. നമ്മളെ നയിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഓക്കെ, അവിടെ ഒരു ശകല റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ചെറുതായിട്ട് പതറിയാണ് കേൾക്കുന്നത്. ഒരു മിനിറ്റ്. അവിടെ ഒരു അല്പം റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടെന്നൊരു ഒരു തോന്നൽ എനിക്ക് തോന്നുന്നു. കാരണം നമ്മള് വൈഫൈ കണക്ഷൻ ഉണ്ടല്ലോ അല്ലേ? വൈഫൈയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോ വൈഫൈയിലേക്ക് ആക്കിയിട്ടുണ്ട്. മഴയാണ്. ഇപ്പം നമ്മൾ ഓരോ പോയിന്റുകൾ തീർത്താ പോകുന്നത്. കാരണം ഇന്ന് തീർന്നില്ല, നമുക്ക് അടുത്ത ദിവസം ബാക്കി ചെയ്യാം. നമ്മൾ ആ പറയുന്ന കാര്യം ഒന്ന് ക്ലിയർ ആണ്. അപ്പം ഞാൻ ഇതിന്ന് മനസ്സിലാക്കിയത്, ക്രൈസ്തവ സമൂഹത്തിന് ഒരു വെല്ലുവിളി ഉണ്ട്. അത് ആരിൽ നിന്നോ ഉണ്ട്. അതുകൊണ്ടാണ് ഈ സംഘടനയുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ക്രൈസ്തവ സമൂഹം ഇന്ന് കേരളത്തിൽ നേരിടുന്ന വെല്ലുവിളി കഴിയുള്ളൂ. അപ്പോ ഈ കാസ എന്ന് പറയുന്ന സംഘടന ആരംഭിക്കാനും
നിലനിൽക്കാനും അതിന് കാരണമുണ്ട്. എങ്കിലും നമ്മുടെ ഈ ക്രൈസ്തവ സമൂഹത്തെ എതിരിടുന്ന ഒരു ശക്തി, അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തെ തകർക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു ശക്തി, അത് ഏത് തരത്തിലുള്ള ശക്തി ആയിക്കൊള്ളട്ടെ, എന്താണ് നമ്മുടെ ക്രൈസ്തവ സമൂഹം ഇന്ന് കേരളത്തിൽ നേരിടുന്ന വെല്ലുവിളി? നമുക്ക് നോർത്ത് ഇന്ത്യയിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും BJP-യെയും RSS-നെയും ഒക്കെ കുറിച്ച് സംസാരിക്കാം. അപ്പം ഇപ്പോൾ കേരളം അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ്? ക്രൈസ്തവ സമൂഹം, കേരളത്തിലുള്ള ക്രൈസ്തവ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? അതൊന്ന്. അതോടൊപ്പം ആ ക്രൈസ്തവ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അവിടെയുള്ള ഗവൺമെന്റ് പ്രതിപക്ഷവും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അപ്പൊ അതിനൊരു വലിയ വിഷയമാണ്. അത് വേണമെങ്കിൽ ആദ്യത്തെ മാത്രം പറഞ്ഞാൽ മതി, അതിന് ശേഷം നമ്മൾ പിന്നെ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. നമ്മളെ ആളുകൾ വളരെ കാര്യമായിട്ട് തന്നെ ഇപ്പൊ തന്നെ 100-ലധികം പേര് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചതാണ്, നമ്മൾ നേരിടുന്ന ക്രൈസ്തവ സമൂഹം നേരിടുന്ന വെല്ലുവിളി എന്താണ്? അത് ആരിൽ നിന്നാണ് നേരിടുന്നത്? അതിനെ ക്രൈസ്തവ സമൂഹത്തോട് ഭരണപക്ഷവും പ്രതിപക്ഷവും കാണിക്കുന്ന ഇരട്ടത്താപ്പ് എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കേരളത്തെ സംബന്ധിച്ചുള്ള പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സമസ്ത മേഖലകളിൽ നിന്ന് നമ്മൾ പുറന്തള്ളപ്പെട്ടിരിക്കുക. ഒരു കാലഘട്ടത്തില് കല, സാംസ്കാരിക എല്ലാ രംഗങ്ങളിലും നമ്മളായിരുന്നു കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്നത്, അല്ലെങ്കിൽ മുൻപന്തിയിൽ നമ്മളായിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പൊ പത്രപ്രവർത്തനം എടുത്താലും, പത്രസ്ഥാപനങ്ങളായാലും, മാധ്യമ പ്രവർത്തകരായാലും, അത് 1, 2, 3, 4 എന്നും പറഞ്ഞ് പറയുവാണെങ്കിൽ എനിക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് തന്നെ. അപ്പൊ നമ്മൾ പെട്ടെന്ന് പറയല്ലേ, ഒരു എല്ലാ മേഖലയിൽ നിന്നും നമ്മൾ തള്ളപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇന്നിന്ന മേഖലകളിൽ നമ്മൾ തള്ളപ്പെട്ടു പറയുവാണെങ്കിൽ അത് ഇന്ന കാരണത്താൽ തള്ളപ്പെട്ടു എന്ന് പറയുമ്പോൾ ആണെങ്കിൽ ആളുകൾക്ക് ഇച്ചിരി പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ഇപ്പോൾ തന്നെ ഇപ്പൊ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകത ഞാൻ ഇങ്ങനെ എല്ലാം ചോദിച്ചു മനസ്സിലാക്കുക, അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് വളരെ നല്ലതാണ്. അത് എല്ലാവർക്കും ഓരോ എല്ലാവർക്കും ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം IAS IPS മേഖല, ഉദ്യോഗസ്ഥരുടെ മേഖലകളിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉള്ള നിലവിലുള്ള ഒരു തലമുറ കൂടെ കഴിഞ്ഞാൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും ഇത്തരം ഉദ്യോഗസ്ഥർ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നാമമാത്രമായ 1, 2 ഏതാനും പേർ വരുന്നതല്ലാതെ ഇപ്പോഴുള്ള തലമുറയോടെ റിട്ടയർ ആയി കഴിഞ്ഞാൽ പുതിയ തലമുറയിൽ. അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർ, രാഷ്ട്രീയ രംഗത്ത് നമ്മളായിരുന്നു കാര്യങ്ങൾ ഒരു കാലത്ത് നിശ്ചയിച്ചിരുന്നത്. നമ്മുടെ സമുദായത്തിൽ നിന്ന് ഇഷ്ടംപോലെ നേതാക്കളുണ്ടായിരുന്നു. ഇന്നിവിടെ ഇപ്പോൾ ഉള്ള ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒരു വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന രാഷ്ട്രീയ തലമുറ കൂടെ മാറിക്കഴിഞ്ഞാൽ പുതുതായി നമ്മുടെ സമുദായത്തിൽ നിന്ന് വരുന്നവരാരും തന്നെ ഇല്ല. ഏതാനും ചിലരേ ഉള്ളൂ. പക്ഷെ ഉള്ളവരിൽ പലരെ പോലും സൈഡ് ലൈൻ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ വന്ന ജോസ് കെ മാണി 60 വയസ്സാവുന്നു. അദ്ദേഹത്തിന്റെ നിലപാട് നമ്മൾക്ക് എന്താണെന്ന് അറിയാം. പിന്നെ ഒരു അനൂപ് ജേക്കബ്, അദ്ദേഹത്തിന് പിറവത്ത് നിന്നും എങ്ങനെയെങ്കിലും ജയിച്ചാൽ മാത്രം മതി, അദ്ദേഹത്തിന് മാത്രം MLA ആയാൽ മതി, മന്ത്രിസ്ഥാനം കിട്ടുകയാണെങ്കിൽ അദ്ദേഹം സന്തുഷ്ടനാണ്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ അനിൽ ആന്റണി, പിന്നെ ഒരു അനൂപ് ആന്റണി, പിന്നെ ഷോൺ ജോർജ്, ഇങ്ങനെ കുറച്ച് ഏതാനും ചിലരിൽ മാത്രമേ നമ്മുടെ സമുദായത്തിൽ നിന്ന് പുതുതായി ഉയർന്നു വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഉയർന്നു വരുന്നവരിൽ പലരും സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ രാഷ്ട്രീയ രംഗത്തെ മേൽക്കോയ്മ നമ്മൾക്ക് മുൻപുണ്ടായിരുന്നത് ഇന്നില്ല. കാര്യം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രധാനമായിട്ട് സംഭവിച്ചത് എന്ന് പറയുന്നത് നമ്മളൊരു വോട്ട് ബാങ്ക് ആയിട്ട് മാറിയില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു വലിയ വോട്ട് ബാങ്ക് ആയിട്ട്, ഒരു സമ്പർക്ക ശക്തിയായിട്ട് നിൽക്കാൻ സാധിക്കും. പക്ഷെ നമ്മളിങ്ങനെ വിഘടിച്ച് നിൽക്കുന്നത് കൊണ്ട് നമ്മളെ അവരത് ഗണിക്കില്ലേ. പണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെയാണോ ഭിന്നിപ്പിച്ച് ഭരിച്ചത് എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ആവശ്യം വേണ്ടുന്ന ചില എലിൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ട് വിഘടിപ്പിച്ച് തന്നെ നിർത്തിക്കൊണ്ട് അവർ നേട്ടങ്ങൾ കൊയ്യുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് ഒരു സമ്മർദ്ദ ശക്തിയല്ല. പിന്നെ കലാ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം തന്നെ നമ്മൾ പിന്നോക്കം പോയി. അപ്പൊ പ്രധാനമായിട്ടും നമ്മളുടെ അവകാശങ്ങൾ, നമ്മുടെ സംസ്കാരം, നമ്മളുടെ വിശ്വാസം ഇതെല്ലാം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും വേണ്ടത് നമ്മൾ നഷ്ടപ്പെട്ട നമ്മുടെ ആ രാഷ്ട്രീയ മേൽക്കോയ്മ നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ രാഷ്ട്രീയത്തിലൂടെ മാത്രമേ കാര്യങ്ങൾ സാധിക്കൂ, അല്ലാതെ സാധിക്കില്ല. ഭരണരംഗത്ത് നമുക്ക് സ്വാധീനം ഉണ്ടാക്കാതെ ഈ സമുദായത്തിന് ഇനി മുന്നോട്ട് പോകാനാവില്ല. അപ്പൊ നിലവിലുള്ള ഇതെന്ന് പറയുന്നത് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം, ഞങ്ങളുടെ കാലം കഴിയണം എന്നുള്ള ചിന്തയോടുകൂടി പോകുന്ന കുറെ ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വീണ്ടും സാറിപ്പോ പറയുമ്പോഴേ, അപ്പൊ ഔട്ട്സൈഡ് നിൽക്കുന്ന ഒരാൾ ഒരു ചോദ്യം ചോദിക്കുക, എങ്ങനെയാണ് തള്ളപ്പെടാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ അതിന് മറുപടി പറയുക? അത് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അതിന്റെ പ്രധാനപ്പെട്ട
കാരണം നമ്മൾ തന്നെയാണ്. പലരും പല കാര്യങ്ങൾ അതിനകത്ത് പുരോഹിത വർഗം ഇതിനെ രാഷ്ട്രീയത്തെ ഉപയോഗിച്ചിട്ടുണ്ട്, പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വാർത്ഥതയാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ഉണ്ടായത്. പിന്നെ നമ്മുടെ ക്രിസ്ത്യാനികളുടെ പറയുമ്പോഴുള്ള ഒരു സ്ഥായിയായ ഒരു സ്വഭാവമുണ്ട്, ഞണ്ടിന്റെ സ്വഭാവം. കൂടെയുള്ളവനെ കയറി പോകാൻ അനുവദിക്കാതെ അവനെ താഴേക്ക് പിടിച്ചു വലിച്ചിടുക, ആ രീതിയിലാണ്. അങ്ങനെയുള്ള ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമുദായത്തിന് ചില മോശം പ്രവണതകളുടെ ബലം തന്നെയാണ് നമുക്ക് ഈ രാഷ്ട്രീയ മേൽക്കോയ്മ നഷ്ടപ്പെട്ടു പോയത്. കാര്യം ഞാൻ മാത്രമേ ഉയർന്നു വരാവുള്ളൂ, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ നിന്നുള്ള എന്റെ അടുത്ത തലമുറ മാത്രമേ വരാവുള്ളൂ, വേറൊരുത്തന് ഉയർന്നു വരാൻ പാടില്ല എന്നുള്ള ആ ഒരു ചിന്താഗതി വന്നതാണ് ശരിക്കും നമ്മുടെ സമുദായത്തിന് പറ്റിയത്. ഇപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നമ്മുടെ തന്നെ ക്രിസ്ത്യാനികൾ ആളുണ്ടെങ്കിൽ പുതുതായിട്ട് ഒരുത്തൻ ആ പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിനെ നിലവിൽ അവിടെ ഉള്ള ക്രിസ്ത്യാനികൾ ഇഷ്ടപ്പെടുന്നില്ല. കാര്യം അവൻ നന്നായിട്ട് പ്രവർത്തിച്ചാൽ എന്റെ സ്ഥാനം പോകുമെന്നുള്ളതാണ് ചിന്ത. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവൻ വരുന്നതിനെ തടയാലും അവൻ വന്നു കഴിഞ്ഞാലും അവനെ ചവിട്ടി താഴ്ത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള അങ്ങനത്തെ കുറെ മോശം പ്രവണതകൾ നമ്മുടെ ആളുകളിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും അത് മനസ്സിലാക്കി നമ്മൾ അതിന് മാറ്റം വരുത്തി നമ്മുടേതായ ആളുകൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലായിക്കോട്ടെ അവരെ അവിടെ ഉയർന്നു വരുവാൻ വേണ്ടുന്ന സപ്പോർട്ട് നമ്മൾ കൊടുത്തുകൊണ്ട് അവരെ ഉയർത്തിയെടുത്ത് രാഷ്ട്രീയ മേൽക്കോയ്മ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമ്മൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. അല്ലെങ്കിൽ മറ്റുപേർ നോക്കുന്നത് ഏത് വോട്ട് ബാങ്ക് ആണ് അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഭരണ പ്രതിപക്ഷ പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്ന കാഴ്ച ഇവിടെ കാണുന്നു. ഇപ്പൊ ഒന്ന് നോക്കൂ, ഇവിടെ 80:20 എന്ന് പറയുന്നത്, അതായത് മുസ്ലിം സമുദായത്തിന് 80%, 20% ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കും കൊടുക്കുന്ന ഒരു അനീതിക്കെതിരെ ഹൈക്കോടതി വിധി പറഞ്ഞിട്ട് അത് മാറ്റണമെന്ന് ഹൈക്കോടതി വിധി പറഞ്ഞിട്ട് അതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി പോയിരിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ എല്ലാവിധ സപ്പോർട്ടോടും കൂടി. അപ്പൊ മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് എല്ലാ വിഭാഗവും ജനങ്ങളുടെ നികുതി പടത്തിൽ നിന്ന് എടുത്ത് സുപ്രീം കോടതിയിൽ പോയിരിക്കണം ആ വിധി ഇല്ലാതാക്കാനായിട്ട്, ആ വിധിയെ തരണം ചെയ്യാനായിട്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ നിലവിലുള്ള അവസ്ഥ എക്കോ വരുന്നത്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പൊ ഇതിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മളൊരു സമ്മർദ്ദ ശക്തിയായി മാറിക്കൊണ്ട് നമ്മൾ രാഷ്ട്രീയ മേൽക്കോയ്മ ഉണ്ടാക്കിയെടുക്കണം. അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലായാലും നമ്മുടെ ആളുകളെ സപ്പോർട്ട് ചെയ്യുവാൻ നാം തയ്യാറാവണം. അത് ഇന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നല്ല, നമ്മുടെ മുന്നിൽ ഇനി അധികം സമയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഉള്ള സമയത്തെ നാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതിപ്പോ BJP ആയാലും ശരി, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായാലും കോൺഗ്രസ് ആയാലും എവിടെയായാലും, കാര്യം അത്ര ഇപ്പം ഒരു അൽഫോൺസ് കണ്ണന്താനം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. അദ്ദേഹം വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഒരുവിധ കറപ്ഷൻ ഇല്ല. ഇംഗ്ലീഷ്, ഹിന്ദി എല്ലാ ഭാഷകളും അനായാസം കൈകാര്യം ചെയ്യാൻ സാധിക്കും. നിയമത്തെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന്. എല്ലാം കൊണ്ടും വളരെ ഇതായിട്ടുള്ളൊരു വ്യക്തി. അദ്ദേഹം BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയും എല്ലാം ഏറ്റവും അധികം പരിഹസിച്ചവരും എതിർത്തവരും വിമർശിച്ചവരും എല്ലാം ക്രിസ്ത്യാനികളാണ്. എന്താണ് നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായത്? അപ്പം BJP നോക്കിയപ്പോഴത്തേക്ക് ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ പരിഹസിക്കുന്നത്, അദ്ദേഹത്തെ എതിർക്കുന്നതും ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾക്ക് വേണ്ടാത്ത ആളെ BJPക്ക് വേണമെന്ന് തോന്നുന്നു? ഇല്ല. അദ്ദേഹത്തെ ഇപ്പം ആ തുടക്കത്തിൽ കൊടുത്ത ആ ഒരു ഇത് അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. അദ്ദേഹം തഴയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം, പുറകോട്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ക്രിസ്ത്യാനികൾ അതുകൊണ്ട് നേട്ടം ഉണ്ടായത്? ഒരു നേട്ടം ഉണ്ടായില്ല. അസമയം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തുമായിരുന്നു, ഇല്ലേ? നാളെ നമ്മുടെ സമുദായത്തിനും നമ്മുടെ ആൾക്കാർക്കും എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ സമീപിക്കാൻ സാധിക്കുമായിരുന്നു. ഇവിടെ നമ്മൾ കാണേണ്ടത് അബ്ദുള്ള കുട്ടിയാണ്. അബ്ദുള്ള കുട്ടി ആദ്യം മുസ്ലിം ലീഗിലായിരുന്നു, പിന്നെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയി, അവിടുന്ന് അദ്ദേഹം BJPയിലെത്തി. അദ്ദേഹം BJPയിൽ പോയതിനെ എതിർത്ത ഏതെങ്കിലും മുസ്ലിമിനെ കാണിച്ചു തരാമോ? ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയെ കാണിച്ചു തരാമോ അബ്ദുള്ള കുട്ടി എതിർക്കുന്ന? ഒരാളുമില്ല. അത് അവരുടെ ബുദ്ധിയാണ്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇന്ന് അബ്ദുള്ള കുട്ടി ഒരു MPയോ അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ ഇല്ലെങ്കിൽ പോലും കേന്ദ്ര മന്ത്രിസഭയിലെ ഏത് ഓഫീസിലും കയറി ചെല്ലാനുള്ള ആ ഒരു ഇത് അബ്ദുള്ള കുട്ടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം സമുദായത്തിന്റെ ഒരു കാര്യത്തിന് ഒരു സമുദായത്തിലെ ഒരു വ്യക്തികളോ സംഘടനകളോ എന്തെങ്കിലും ആവശ്യങ്ങളുമായിട്ട് പുരോഹിതരോ അബ്ദുള്ള കുട്ടിയെ സമീപിച്ചിട്ട് നിവേദനം കൊടുക്കുകയാണെങ്കിൽ അബ്ദുള്ള കുട്ടിക്ക് അത് കേന്ദ്ര സർക്കാരിന്റെ ഉദ്ദേശിക്കുന്ന ആ ഓഫീസിൽ എത്തിക്കാൻ സാധിക്കും. അത് അവർ നേടിയെടുത്തു, മുസ്ലിം സമുദായം നേടിയെടുത്തു. അബ്ദുള്ള കുട്ടി BJPയിൽ പോയി ചേർന്നതിനെ ആരെങ്കിലും എതിർത്ത? ഏതെങ്കിലും മുസ്ലിം പണ്ഡിതരോ രാഷ്ട്രീയക്കാരോ ആരെങ്കിലും എതിർത്തോ, പരിഹസിച്ചോ? ഒന്നും ചെയ്തില്ല. അബ്ദുള്ള കുട്ടിക്ക് മറ്റേ
ചില വിഷയങ്ങളൊക്കെ ഇവിടെ ചില സരിത പോലുള്ള ചില വിഷയങ്ങൾ, മക്കോവയിൽ അദ്ദേഹം സെക്സ് ടൂറിസത്തിന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് വിവാദത്തിൽപ്പെട്ടു. ഇങ്ങനെയൊക്കെ വന്നിട്ട് ആരെങ്കിലും അദ്ദേഹത്തെ പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തോ? ഇല്ല. ആ സമുദായം ഒന്നുകിൽ അബ്ദുള്ളക്കുട്ടിയെ സപ്പോർട്ട് കുറച്ചു പേർ ചെയ്തു, ബാക്കിയുള്ളവർ ആ വിഷയത്തിൽ മിണ്ടാതെ സൈലന്റ് ആയിട്ട് നിന്നു. നമ്മൾ അതേസമയം അൽഫോൺസ് കണ്ണന്താനത്തിന്റെ വിഷയത്തിൽ എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന്റെ ഭാര്യ വീഡിയോ ക്യാമറയുടെ മുന്നിൽ പറഞ്ഞപ്പോൾ ഒരു അക്ഷരപ്പിശക് പറ്റിയതിനെ പരിഹസിച്ച് നമ്മുടെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പരിഹസിച്ചത്. അപ്പോൾ അവരുടെ സമുദായം ബുദ്ധിപൂർവ്വം നേട്ടം ഉണ്ടാക്കുന്നു, നമ്മൾ മണ്ടന്മാരായിട്ട് ഇപ്പോഴും ഇട്ടിരിക്കുന്നു. അപ്പോൾ അതിന് മാറ്റം ഉണ്ടാവണം. അതാണ് വേണ്ടത്. നമ്മുടെ മുന്നിൽ ഇനി അധികം സമയമൊന്നുമില്ല. ആ ഉള്ള സമയം കൊണ്ട് നമ്മളുടെ ശക്തിയായിട്ട് ഒന്നിച്ച് മാറിക്കൊണ്ട് നമ്മുടെ യുവാക്കൾ, അത് ആരായാലും അല്ലെങ്കിൽ ആരായാലും ഏത് പാർട്ടിയിലായാലും അവരെ ഉയർത്തിയെടുക്കാനും വളർത്തിയെടുക്കാനും നാം ശ്രമിക്കണം. അതാണ് വേണ്ടത്. അത് പറഞ്ഞപ്പോഴേ അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പറഞ്ഞത്. അതായത് ഒരു മുസ്ലിം സമൂഹം, സൗണ്ട് കുറവാണ്. ഇപ്പൊ കേക്കാവോ? കേൾക്കാം. മുസ്ലിം സമൂഹം അവരുടെ ആളുകൾ ഒരു തെറ്റ് ചെയ്താൽ അതിന്റെ താഴെ അവര് കമന്റ് എഴുതാൻ, അതേസമയം മറ്റൊരാള് ആണ് എഴുതുന്നെങ്കിൽ അവർ അതിന് അഭിപ്രായം പറയും. അപ്പൊ ഏത് രീതിയിൽ നോക്കിയാലും ക്രൈസ്തവ സമൂഹത്തിനുള്ളതിനേക്കാൾ കൂടുതൽ യൂണിറ്റി അവർക്കുണ്ട്. അതല്ല അവരെ അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കാൻ അവര് അത്യുത്സാഹികളാണ്. അതിനൊരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറയാം. ഈ ഉത്തർപ്രദേശിൽ 75 ജില്ലയുണ്ട്. ഈ BJPയുടെ മൈനോറിറ്റി മോർച്ച എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ആ 75 ജില്ലകളിലും 70 ജില്ലകളിലും ഈ BJPയുടെ മൈനോറിറ്റി മോർച്ചയുടെ പ്രസിഡന്റുമാര് മുസ്ലിം സഹോദരങ്ങളാണ്. എന്താണ് കാരണം? അവരുടെ അവകാശങ്ങളെ അവർ ചോദിച്ചു മേടിക്കുകയാണ്. അപ്പൊ അതിൻ്റെ അകത്തൊരു വലിയ ഒരു പോയിന്റ്. അപ്പം കെവിൻ സാർ പറഞ്ഞ അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമ്മുടെ ഉള്ളിൽ ഒരു ഐക്യത കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. അപ്പൊ അതൊരു കറക്റ്റ് കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ പറഞ്ഞല്ലോ നമ്മളെല്ലാ മേഖലയും തഴയപ്പെടുകയാണ്. അപ്പോൾ നമ്മളോടുള്ള, ക്രൈസ്തവ സമൂഹത്തോടുള്ള ഇപ്പോൾ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെയും സമീപനം എന്താണ്? അവരുടെ സമീപനം തികച്ചും അവഗണന മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ഒരു അവസാനത്തെ 10 വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിനുള്ളിൽ നടന്ന ഒരു വിഷയത്തിൽ പോലും ക്രിസ്ത്യൻ സമുദായം, അത് സഭാ റീത്ത് വ്യത്യാസമില്ലാതെ ക്രിസ്ത്യൻ സമുദായം നേരിട്ടിട്ടുള്ള ഒരു വിഷയത്തിൽ പോലും അവർ ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ പോലും നമ്മൾക്കൊപ്പം അവർ നിന്നിട്ടില്ല. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ നടന്ന സുരക്ഷാ കാരണങ്ങളാൽ തലേ ദിവസം ഹനുമാൻ ജയന്തിയുടെ ശോഭയാത്രയ്ക്ക് പെർമിഷൻ കൊടുത്തില്ല. പിറ്റേ ദിവസം കുരുത്തോല പ്രദർശനം നടക്കുന്നു, ഓശാന ഞായറാഴ്ച. അതിനെ അനുമതി കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇവിടെ കേരളത്തിൽ വലിയ വിവാദമൊക്കെ ആക്കി, വളരെ ചർച്ചയും ഒക്കെ ആക്കി. അതേസമയം അതിന്റെ പിറ്റേ ദിവസം ഇവിടെ ദുഃഖവെള്ളിയാഴ്ച ദിവസം തൊമ്മൻകുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ പള്ളിയുടെ കൈവശം ഇരിക്കുന്ന ഭൂമിയിലേക്ക് കുരിശിന്റെ വഴി നടത്തിയിട്ട് അതിനെ തടഞ്ഞപ്പോൾ ഇവരാരും ശബ്ദിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ പൊട്ടന്മാരാക്കുകയാണ് ഈ രണ്ട് ഭരണ പ്രതിപക്ഷങ്ങൾ, ഇപ്പൊ UDF ആയാലും അത് LDF ആയാലും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ പരമ്പരാഗത ഒരു രാഷ്ട്രീയമുണ്ട്. നമ്മൾ വളരെ പരമ്പരാഗതമായിട്ട് നമ്മുടെ ആളുകളൊക്കെ പറയും, ഞാൻ മരിച്ചാലും മരിക്കുന്നവരെ ഞാൻ കൈപ്പത്തിക്ക് മാത്രമേ കുത്തു, അല്ലെ ചുറ്റികാരിവാളിന് മാത്രമേ ചെയ്യൂ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ അടിമകൾ ആയി നമ്മൾ മാറിയിട്ടുണ്ട് എന്നുള്ള അവർക്ക് ഉത്തമ ബോധ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായി നമ്മൾ അവർക്ക് ചെയ്യുമെന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മളെ അവർ അവഗണിക്കുകയാണ്. സമയമാകുമ്പോൾ നമ്മുടെ കുറെ ആളുകളെയൊക്കെ പോയി അവരുടെ വാസസ്ഥലങ്ങളിലൊക്കെ പോയി കണ്ട് ഒന്ന് കെട്ടിപ്പിടിച്ചു, 2 പ്രസ്താവനയൊക്കെ നടത്തി, അല്ലെങ്കിൽ ക്രിസ്മസ് ആകുമ്പോൾ കുറച്ച് കേക്കുമായിട്ട് പോയി, ഇങ്ങനെയൊക്കെ കുറെ ഗിമ്മിക്കുകളെല്ലാം കാണിച്ചു കഴിയുമ്പോൾ ഇലക്ഷൻ അടുക്കുമ്പോൾ എങ്ങനെയൊക്കെ ചവിട്ടി തേച്ചെന്ന് പറഞ്ഞാലും ഇവർ ഇപ്പൊ കോൺഗ്രസിനായാലും കമ്മ്യൂണിസ്റ്റിനായാലും വോട്ട് ചെയ്തുകൊള്ളൂ എന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് ഇവർ ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ
അത് ഏത് സഭകളായാലും അവരെ അവഗണിക്കുക മാത്രമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഒരു വിഷയത്തിൽ പോലും, ഒരൊറ്റ വിഷയത്തിൽ പോലും ഇവര് ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ നടന്ന ഒരു വിഷയത്തിൽ പോലും ഇവർ ക്രിസ്ത്യാനികൾക്കൊപ്പം നിന്നിട്ടില്ല. അത് ന്യായം ക്രിസ്ത്യാനികളുടെ ഭാഗത്തായിട്ടായാലും, അത് ഭൗതികമായ ആക്രമണങ്ങളായാലും, ആനുകൂല്യങ്ങളുടെ കാര്യത്തിലായാലും, നമ്മുടെ വിശ്വാസങ്ങളെ തേജോവധം ചെയ്യുന്ന കാര്യത്തിലായാലും, ഏതൊരു വിഷയത്തിലായാലും. ഇപ്പോൾ ഇവിടുന്ന് രാഷ്ട്രീയക്കാര് മണിപ്പൂരിലേക്ക് പോയി, മണിപ്പൂരിൽ പോയി അവിടെ ക്ഷേമം അന്വേഷിക്കാനൊക്കെ പോയി. 3700 കിലോമീറ്റർ അകലെയുള്ള മണിപ്പൂരിലേക്ക് പോയി. പക്ഷെ എന്നാൽ 70 കിലോമീറ്റർ അകലെയുള്ള അമൽജ്യോതി കോളേജ് അടിച്ച് തകർത്തപ്പോഴത്തേക്ക് അവിടെ ഇവരാരും പോയില്ല. ഇത് നിസ്കാര മുറിയുടെ പേരിൽ നിർമ്മല കോളേജിൽ വിഷയമുണ്ടായപ്പോഴത്തേക്ക് പോയില്ല. എന്തിന്? തൊട്ടടുത്ത് കിടക്കുന്ന മുനമ്പത്ത് ഇപ്പൊ ഒരു വിഷയമുണ്ടായിട്ട് അവിടം സന്ദർശിച്ചിട്ടില്ല. പക്ഷെ ഇവരൊക്കെ മണിപ്പൂർ പോയി. അപ്പൊ ഇപ്പൊ രാഷ്ട്രീയ നേട്ടത്തിനും സ്വന്തം നിലനിൽപ്പിനും വേണ്ടിയിട്ട് ക്രിസ്ത്യൻ സമുദായത്തിലെ ഉൾപ്പെടെയുള്ളവർ ഈ കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റും കേരള കോൺഗ്രസിലും ഇരുന്നു കൊണ്ട് മുസ്ലിങ്ങളെയും കൂടെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രീണിപ്പിച്ചാൽ മാത്രമേ ഇവർക്ക് നിലനിൽപ്പുള്ളൂ. കാര്യം ഇവർക്ക് സ്വന്തമായിട്ട് ആ പാർട്ടി, ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും കോൺഗ്രസിലായാലും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം തന്നെയാണ്. അത് തുറന്നു പറയാതിരിക്കാനാവില്ല. ഇനി 2026 ഒരു ഭരണം, അത് LDF ഭരിച്ചാലും UDF ഭരിച്ചാലും ഭരണത്തിന്റെ നിയന്ത്രണം മുസ്ലിങ്ങളുടെ കയ്യിലായിരിക്കും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോ പ്രതിപക്ഷ നിരയിൽ ഇരുന്നിട്ടായാൽ പോലും നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ കഴിയുന്ന ഒരു 3-4 MLA-മാരെ, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ മതേതരനല്ല, ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ ക്രിസ്ത്യാനിയാണ്, പക്ഷെ ഞാൻ എല്ലാവർക്കും വേണ്ടി എന്ന പോലെ എന്റെ സമുദായത്തിന് വേണ്ടി ഞാൻ ശബ്ദിക്കുമെന്ന് പറയുന്ന MLA-മാരെ നാം ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ ഇപ്പൊ പരമ്പരാഗതമായിട്ട് ഇപ്പൊ കോൺഗ്രസ്സുകാരുടെ ഒരു വിചാരം ക്രിസ്ത്യാനികൾ കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊള്ളൂ എന്നുള്ളൊരു മിഥ്യാധാരണയാണ്. ആ ധാരണ മാറണം. ഇപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അവർ നമ്മളെ ചവിട്ടിത്തേക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന ഈ സ്നേഹമെല്ലാം കപടതയാണ്. ഇവര് ഉത്തരേന്ത്യയിൽ നടക്കുന്ന അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ നടക്കുന്ന വിഷയങ്ങൾ ഇവിടെ കൊണ്ട് പെരുപ്പിച്ച്, ഞാൻ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്. ഡൽഹിയിലെ വിഷയത്തിന്റെ പേരിൽ പ്രതികരിച്ചവർ 3-ാമത്തെ ദിവസം തൊമ്മൻകുത്തിൽ ദുഃഖവെള്ളിയാഴ്ച ദിവസം കുരിശിന്റെ വഴി നടന്നപ്പോൾ പോലീസ് തടഞ്ഞതിനെ പ്രതിപക്ഷത്തെ ഏതെങ്കിലും VD സതീശനോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റോ ആരെങ്കിലും, ജോസ് കെ മാണി ആരെങ്കിലും അതിനെ എതിർത്തു? ഇല്ല. അവർക്കൊപ്പം നിന്നോ? അവിടെ ഒന്നുമില്ല, കുരിശ് സ്ഥാപിക്കാൻ പോയതല്ല, പള്ളിയിൽ ഇരുന്ന ക്രൂശിത രൂപവുമായിട്ട് വൈദികന്റെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി നടന്നതാണ്. അപ്പോൾ ഇതാണ് ഇവിടെ കാണിക്കുന്നത്. ശരിക്കും ഇവിടുത്തെ ക്രിസ്ത്യാനികളെ പൊട്ടന്മാരാക്കി അവരുടെ ആ രാഷ്ട്രീയ അടിമത്തത്തിൽ തളച്ചിടാൻ വേണ്ടുന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നടത്തുന്നത്, അല്ലാതെ മറ്റൊന്നുമില്ല. ഇതിന് ചില സഭകളിലെ മത മേലധ്യക്ഷന്മാരുടെ സഹായം ഉണ്ട് താനും. ഓക്കെ, ഈ കോൺഗ്രസിലെ MP-മാർ ചതിയന്മാരാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ അവർ നടത്തിയ പ്രസ്താവനയിലാണ്. അതായത് ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് വാങ്ങിച്ച് ചെയ്ത ഹൈബി ഈഡൻ പോലും അതിഘോരമായ രീതിയിൽ ബാധിക്കുന്നത് കണ്ടു വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അന്ന് മനസ്സിലാക്കിയ ഒരു വലിയ സംഭവം സത്യമാണ്, ഈ കോൺഗ്രസ് MP-മാരെല്ലാം ഈ കേരളത്തിലുള്ളവർ ക്രിസ്ത്യാനികൾക്ക് ശത്രുക്കളാണ്, ക്രിസ്ത്യാനികളോട് എതിരാണെന്നുള്ളൊരു ബോധ്യം എല്ലാ ജനങ്ങൾക്കും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുനമ്പം നിവാസികൾ പറഞ്ഞു, ഹൈബി ഈഡന് കൊടുക്കേണ്ടത് ചൂലുകൊണ്ടാണ് മറുപടി കൊടുക്കേണ്ടത്, ചാണകം കോരി തള്ളയിൽ ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ പ്രസ്താവനയൊക്കെ ഉണ്ടായി. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും, ഏതാണ്ട് ഒരു 90% മാധ്യമങ്ങളും ക്രൈസ്തവ സമൂഹത്തോട് എതിരാണ്. അത് മാത്രമല്ല, ക്രൈസ്തവർ അല്ലെങ്കിൽ ഹിന്ദുക്കളെ ഒരു ഭീകരമായി ചിത്രീകരിക്കുകയും ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഹിന്ദു സമൂഹം, ചില സംഘടനകൾ ക്രൈസ്തവർക്ക് ശത്രുക്കളാണ് എന്നവർ ബോധപൂർവം പ്രചരിപ്പിക്കുകയും ഒരു ഇസ്ലാമിസ്റ്റുകൾക്ക് നല്ലൊരു പ്രീണനം കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമീപനമുണ്ട്. അത് ഓരോ ചാനലുകളും വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിലുണ്ടോ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന്? തീർച്ചയായിട്ടും അത് 100% അങ്ങനെ തന്നെയാണ്. കാര്യം നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന മാധ്യമം ഒന്നും തന്നെ ഇവിടെയില്ല. കാര്യം പല മാധ്യമങ്ങളെയും ഇവിടെ
നിയന്ത്രിക്കുന്നതും അത് പണ്ട് കാലങ്ങളിൽ ചാനൽ മുതലാളിമാർക്കാണ് ഫണ്ട് പോലുള്ള കാര്യങ്ങൾ കൊടുത്ത് എക്കോ വരുന്നുണ്ട് എടുത്ത് കൊടുത്ത് അവരുടെ രീതിയിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇന്ന് ചാനൽ സംഘം സഞ്ചരിക്കുന്ന എക്കോ വരുന്നുണ്ടോ? എക്കോ വരുന്നുണ്ടോ? എന്നാ ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് കയറാമോ? ഓക്കെ, ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് ഇറങ്ങിയത് ശരിയായിക്കോളൂ. അല്ല അവിടെ മൈക്ക് മ്യൂട്ട് ചെയ്യാത്ത അതുകൊണ്ടല്ല, ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് കയറി ഞാനത് ചെയ്യാം, കുഴപ്പമില്ല. ഒന്ന് എക്സിറ്റ് ചെയ്തു കയറി വീണ്ടും ആ ലിങ്കിൽ തന്നെ പ്രസ് ചെയ്താൽ മതി.